ഒരു റോഡ് പോലും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ ഈ പ്രതിഷേധം മുഴുവൻ ആരാ കേൾക്കേണ്ടത്? കേൾക്കേണ്ടത് ഈ പഞ്ചായത്ത് ഭരണസമിതിയാണ്. ഈ പഞ്ചായത്ത് ഭരണസമിതിയാണ്. ഇത്ര കഴിവുകെട്ട ആളുകളാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഇത്ര കഴിവുകെട്ട ആളുകൾ. ജനങ്ങളോട് എന്തുത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്? രാഷ്ട്രീയം മാത്രം പറയുന്നത് ആണോ നിങ്ങളുടെ ഉത്തരവാദിത്തം? യോഗങ്ങൾ വിളിച്ചുകൂട്ടി പ്രഖ്യാപനങ്ങൾ നടത്തുന്നതാണോ നിങ്ങളുടെ ഉത്തരവാദിത്തം? അപ്പൊ അതുകൊണ്ട് ഇതിനെല്ലാം നിങ്ങൾ മറുപടി പറയേണ്ടിയിരിക്കുന്നു. ഈ വടക്കേക്കര പഞ്ചായത്ത് കഴിഞ്ഞ കുറെ നാളുകളായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും അവർക്ക് തീരെ എഴുതി കിട്ടിയതുപോലെ അവർ കൊണ്ടു നടന്ന് ഈ നാടിനെ മുഴുവൻ മറ്റുള്ള പ്രദേശങ്ങൾ വികസിക്കുമ്പോൾ ഈ നാടിൽ യാതൊരു സൗകര്യവും വേണ്ട എന്നുള്ള തരത്തിലുള്ള ഒരു സമീപനമാണ് നിങ്ങൾ സ്വീകരിച്ചത്. അതുകൊണ്ടല്ലേ ഒരു പാലം പോലും വേണ്ട എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ സമീപനങ്ങൾ മാറുന്നത്, യാതൊരു നടപടിയും എടുക്കാതെ മാറുന്നത്. 18 മാസം കൂടി ഈ നാട്ടിലെ ജനങ്ങൾ ഇത് ക്ഷമിക്കും. 18 മാസം കൂടി. അത് കഴിയുമ്പോൾ ഈ പഞ്ചായത്തിൽ നിന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷത്തെയും പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന നടപടിയായിരിക്കും ഈ പഞ്ചായത്തിലെ ജനങ്ങൾ സ്വീകരിക്കുക. ഈ മുടിഞ്ഞ തറവാട് അന്നാ നന്നാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന രാഷ്ട്രീയം, നിങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം അത് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമല്ല. അത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമാണ് നിങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു സമരത്തിന് ഈ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഞങ്ങൾ തയ്യാറാകേണ്ടി വന്നത്.